അപ്പോൾ കപ്പ ബിരിയാണിയാണ് അടുപ്പത്ത് കിടക്കുന്നത്. ഇതിൻ്റെ പേരിനെ ചൊല്ലി ഭയങ്കര തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലും കപ്പയാണോ, ഏഷ്യാഡാണോ, ഞങ്ങൾ പറയണ പോലെ കപ്പ ഇറച്ചിയാണോ, എന്നാണെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഏകദേശം സ്വാദൊക്കെ ഒന്ന് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് എല്ലും ഇറച്ചിയും കപ്പ എല്ലാം കൂടെ ചേരുന്നതാണ് കേട്ടോ. ഇതാണെങ്കിൽ വറുത്തരച്ച കോഴിക്കറിയാണ്. ഇതാണ് നമ്മളിപ്പോൾ വെച്ച ബീഫ് വിന്താലി, കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ബീഫ് വിന്താലി. കപ്പ മൺചട്ടിയിൽ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച ചൂരക്കറി കേട്ടോ. ഈ ഷാപ്പിലെ കറിയൊക്കെ മാതിരിയാണ്. അല്ല എൻ്റെ ഒരു ചാറ് കാണിച്ചു തരാം, നോക്കി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ഭക്ഷണം ഉണ്ടാക്കണതും അങ്ങനത്തെ മേഖലകളിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു പറയും. കാരണം നമ്മൾ കാണിക്കുന്ന എല്ലാം പ്രായമായവർ, ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞാലും നല്ല രുചികളൊക്കെ നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ ശ്രീജു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ കാലമായിട്ട് മെസ്സേജ് അയക്കുന്നതാണ്, ചേച്ചി എനിക്കൊരു വീഡിയോ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെ പങ്കുവയ്ക്കണം. ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഇവിടെ ഇതൊരു തിരുവനന്തപുരം കൊല്ലം ബോർഡറാണ്. അങ്ങോട്ട് ഒരു 1.5 കിലോമീറ്റർ പോയ തിരുവനന്തപുരം, ഇങ്ങോട്ട് ഇവിടെ തുടങ്ങി കൊല്ലം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ബോർഡറാണ്. പക്ഷെ എന്നാലും തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒന്നും കിട്ടാത്ത ഒരു സംഗതിയാണ് ബീഫ് വിന്താലു. നമ്മൾ കൊച്ചിയിൽ പോയപ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ. അല്ലാതെ എല്ലും കപ്പയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വെറൈറ്റി ഭക്ഷണ സാധനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ബീഫ് വിന്താലു, അതാണ് കേട്ടോ അപ്പോൾ കഴിക്കണേ. അപ്പോൾ അങ്ങനെ പുട്ടല്ലേ, ഒരു പപ്പടവും കൂടെ ഇരിക്കട്ടെ. അതേ നല്ല വെന്തുടഞ്ഞ കപ്പയിലേക്ക് നല്ല ഷാപ്പിലൊക്കെ വെക്കൂലേ അതുപോലത്തെ കുടംപുളിയിട്ട് വെറ്റിച്ച ചൂരക്കറി ആട്ടോ ഒഴിക്കണേ. കണ്ട, ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ തുടങ്ങണം എന്നൊരു ആഗ്രഹം. അപ്പോൾ എൻ്റെ അച്ഛൻ ഇതുപോലെ പാചകരംഗത്തുള്ളായിരുന്നു. അങ്ങനെ ഞാനും പുള്ളിയും കൂടെ ചേർന്ന് തൊട്ടപ്പുറത്ത് തന്നെ കട സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതൊരു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിർത്തേണ്ട ഒരു ഘട്ടം വന്നു. അച്ഛൻ മരണപ്പെട്ടു. പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും കട അടവിലേക്ക് വന്നു. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ഷോപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 100-110% എൻ്റെ ഷോപ്പിലൊന്നും കഴിക്കുന്ന കാര്യം മോശം പറഞ്ഞ് ഇതുവരെയും പോയിട്ടില്ല. അതാണ് എത്ര പൈസ മുടക്കിയാൽ ഇപ്പോഴത്തെ എണ്ണയുടെ എല്ലാത്തിൻ്റെ വില അറിയാമല്ലോ. ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് ഫുഡെല്ലാം. വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാം വെളിച്ചെണ്ണയിലാണ്. ചിക്കൻ പെരട്ട് അല്ലേ, ചിക്കൻ പെരട്ടിൻ്റെ അവസാനവട്ട പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊടികളൊക്കെ ചേർത്തു. എല്ലാം ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. മസാലക്കൂട്ടുകളായാലും കറിപ്പൊടികളായാലും. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അല്ലേ, അതും വെളിച്ചെണ്ണയാണ്. നമ്മൾ പറഞ്ഞില്ലേ, അവൻ പറഞ്ഞ പോലെ ഓയിലൊന്നും അല്ല, വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എത്ര വിലയായാലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ ഓരോ ദിവസം നമ്മൾ ആഴ്ചയോടാഴ്ച സ്പെഷ്യൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ടുള്ളത് കപ്പ ബിരിയാണി, പിന്നെ കൊത്തുപൊറോട്ട, പുട്ട് പെരട്ട്. പുട്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇറച്ചിപ്പുട്ട്, ഇതിൽ തന്നെ ചിക്കനും ബീഫും എല്ലാം ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിരട്ട പുട്ട്, പിന്നെ ദോശ, കോമൺ ആയിട്ടുള്ള ദോശ, പൊറോട്ട ഇങ്ങനെ ഐറ്റംസ്. മെയിനായിട്ട് പുട്ട് പെരട്ട്, അതിൽ തന്നെ പപ്പടവും നല്ല പുഴുങ്ങിയ പയറും എല്ലാമൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ എത്ര നാളായി? ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കൊല്ലം ആവുന്നു. സത്യം പറഞ്ഞാൽ നല്ല പലിശക്ക് എടുത്തൊക്കെയാണ് റെന്റ് തന്നെ കൊടുത്തൊക്കെ നിന്നത്. പിന്നെ എൻ്റെ അനിയൻ പയ്യനായിട്ടുള്ള കിച്ചു, അവന് ഞാനിവിടെ പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് നിന്നത്. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നടത്തിയാൽ അത് സക്സസ് ആവും. എത്ര മണി മുതൽ ഇവിടെ അതൊക്കെ കിട്ടി തുടങ്ങാം? ഇവിടെ 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഫുഡ്. ഞായറാഴ്ച ആയാലും അവധിയൊന്നുമില്ല? ഇല്ലല്ല, അവധി അങ്ങനെയില്ല, എല്ലാ ദിവസവും ഉണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് മധുര എന്നാണ് പറയുന്നത്. മകരത്തിലെ തിരുവാതിര കൊണ്ടാടുന്ന ദേവീക്ഷേത്രമുണ്ട്, മധുര ദേവീക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട് മധുര എന്നാണ് അറിയപ്പെടുന്നത്. റേറ്റ് കപ്പ ബിരിയാണി വന്നിട്ട് 130 പിന്നെ കൊത്തുപൊറോട്ട 150, പിന്നെ പുട്ടും പെരട്ടും കോമൺ ആയിട്ട് പെരട്ട് 140, പുട്ടും പയറും പപ്പടവും കൂടെ 50 രൂപ. അങ്ങനെ എല്ലാം എല്ലാ ബഡ്ജറ്റിലുള്ളവർക്കുള്ളതും എല്ലാം. മീൻകറി വെക്കണ കണ്ടല്ലോ, അതെന്തിന്റെ കൂടെയാണ്? മീൻകറി നല്ല ഉടച്ച കപ്പ, നമ്മളെ നല്ല ഉടച്ച കപ്പയും മീൻകറിയും ഉണ്ട്. പിന്നെ ബീഫിന്റെ തന്നെ വെന്താലു എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം. അതൊന്നും തിരുവനന്തപുരത്ത് കിട്ടാത്ത സംഗതി, കൊച്ചി സ്പെഷ്യലാണ് അല്ലേ? ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ വീഡിയോ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഷോപ്പിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം വേണം എന്ന് നോക്കിയിട്ടാണ് ഓരോ ഡിഷ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്
ബാക്കി ഞാൻ കഴിച്ചിട്ട് പറയാം. ഓക്കെ. നമ്മുടെ സ്പെഷ്യൽ പല പേരുകളിൽ അറിയപ്പെടുന്ന എല്ലും കപ്പയും. ശരിക്കും തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്ക് ഇത് കുറവാല്ലേ? ഒരുപാട് തട്ടുകടകളിലൊന്നും കണ്ടിട്ടില്ല. കണ്ട വലിയ എല്ലൊക്കെ ഉണ്ട് കേട്ടോ. നോക്ക് ഈ എല്ലൊക്കെ പൊട്ടിച്ച് കഴിക്കണം ശരിക്കും. പിന്നെ അതിനകത്ത് കുറച്ച് നെയ് കഷ്ണങ്ങളും ഇറച്ചിയും എല്ലാം കൂടെ ചേരുന്നതാണ് ഇത്. എല്ലും കപ്പയും ഏറ്റവും സ്വാദിൽ കഴിച്ച എവിടെ നിന്നാന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെയാണ്. അത്രയും സ്വാദിൽ ഞാൻ വേറെ എവിടെ ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ മൊത്തവും പിന്നെ ഇത് അമ്മയ്ക്ക് തന്നെയാണ്. കാരണം അമ്മ എപ്പോൾ വെച്ചാലും ഒരു മാറ്റമില്ലാതായിരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് ഏറ്റവും സ്വാദിൽ കഴിച്ച എവിടെയാണെന്ന് വെച്ചാൽ അത് കനീഷേട്ടൻ്റെ തട്ടുകട. നമ്മൾ കോട്ടയം പോകുമ്പോൾ തലയോലപ്പറമ്പിലെ അത് ആ അമ്മ വെക്കണേൻ്റെ അതേപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കും. കൊള്ളാം. ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. ഈ സ്ഥലമേ മദിര എന്നാട്ടോ പറയണത്. അതായത് തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ഒരു ബോർഡറാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടയ്ക്കലൊക്കെ ആവും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലറ, പാങ്ങോട് അങ്ങനെയാണ് ആ സ്ഥലങ്ങൾ പോവുക. കിളിമാനൂരിൽ നിന്നും വെഞ്ഞാറമൂടിൽ നിന്നും കാരേറ്റിൽ നിന്നും ഒക്കെ കട്ട് ചെയ്ത് കയറി വരാൻ പറ്റും. റോഡ് സൈഡിൽ തന്നെയാണ്. ആശാൻ്റെ തട്ടുകട, അങ്ങനെയാണ് കടയുടെ പേര്. സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞില്ല, തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്ക് ഞാൻ ഈ എല്ലും കപ്പയും ഇത്ര ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. നമ്മൾ 1-2 സ്ഥലത്തൊക്കെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ കുറവാണ്, താരതമ്യേന നമ്മളവിടെ കിട്ടുന്നതനുസരിച്ച് ഇവിടെ കുറവാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കടയിൽ അറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തരണേ. ഞങ്ങൾ അന്വേഷിച്ചൊക്കെ നടക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വയ്ക്കും. അതല്ലാതെ വീഡിയോയ്ക്കൊക്കെ വേണ്ടി അന്വേഷിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് തിരുവനന്തപുരത്ത് എവിടെയാണ് എല്ലും കപ്പയും കിട്ടുക. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയോ? ഈ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നതിൽ ഒരു 80% ആളുകളും തിരുവനന്തപുരത്തുകാരല്ല. മറ്റ് പല ജില്ലയിൽ നിന്ന് ഇപ്പം ഞങ്ങളൊക്കെ വന്നേക്കണ പോലെ ജോലിയുടെ ഭാഗമായിട്ടും പഠിക്കാനൊക്കെ വേണ്ടി ഇവിടെ വന്നിട്ട് സെറ്റിലായ ആളുകളില്ലേ. അപ്പോൾ അവർക്ക് പലർക്കും ഈ കോട്ടയം സ്റ്റൈലോ അല്ലെങ്കിൽ എറണാകുളം സ്റ്റൈലൊക്കെ ഫുഡ് കിട്ടുന്ന എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. അപ്പോൾ എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലും കപ്പയുടെയും അത്ര സ്പോട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കൊല്ലത്തുനിന്ന് വണ്ടി ഓടിച്ച് വിടാൻ വന്നാലും തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ച് വിടാൻ വന്നാലും ഒരു നഷ്ടമില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇത്. ഈ നോൺ വെജ് ഒന്നും വേണ്ട, പക്ക വെജ് മതി എന്നുള്ളവർക്കാണ് ഈ പുട്ട്, ചെറുപയർ പുഴുങ്ങിയത്, പപ്പടം. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ബീഫ് വിന്താലു, അതാണ് കേട്ടോ അപ്പോൾ കഴിക്കണേ. അപ്പം അങ്ങനെ പുട്ടല്ലേ, ഒരു പപ്പടവും കൂടെ ഇരിക്കട്ടെ. ചിക്കൻ വരട്ടെ. നമ്മൾ 2-3 വീഡിയോ എറണാകുളം പോയി ചെയ്തപ്പോൾ അതിലൊക്കെ ഉപ്പിൽ വെന്ത ബീഫും ബീഫ് വിന്താലും ഒക്കെ ഉണ്ടായിരുന്നു, പോർക്ക് വിന്താലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പരിസരത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ പാചകം ചെയ്യണ ആളും ഇവിടുത്തുകാരനല്ല കേട്ടോ, മൂപ്പര് ആലപ്പുഴക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എറണാകുളം അങ്ങനത്തെ സൈഡിലെ രുചികളൊക്കെ അറിയാൻ പറ്റുമല്ലോ. എനിക്ക് പക്ഷേ നമ്മുടെ സാധാരണ കറിയൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം കുറച്ച് സ്പൈസ് കൂടുതൽ ചേർക്കും. അതായത് നമ്മുടെ ഈ പട്ടാഗ്രാമിൻ്റെയൊക്കെ ഒരു സ്വാദ് മുന്നിട്ട് നിൽക്കും. പിന്നെ വിനാഗിരി, ആ ഒരു സ്വാദും കൂടെ ഉണ്ട്. ചെറിയൊരു പുളിപ്പാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചിക്കൻ പെരട്ടും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. വെളിച്ചെണ്ണയാണ്, വേറെ ഓയിലൊന്നുമല്ല. അപ്പം വെളിച്ചെണ്ണയിൽ സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു മണവും സ്വാദുമാണ്. പിന്നെ ചൂടോടുകൂടി വാഴയിലോട്ടും കൂടി ഇട്ട് വരുമ്പോഴേ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് നല്ല വരട്ടി. അപ്പോൾ കപ്പയും മീൻകറിയും കൂടെ കഴിച്ചു നോക്കിയാൽ കൊള്ളാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്ഥലമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തി. എനിക്ക് എല്ലും കപ്പയും ഞാൻ കഴിച്ചായിരുന്നു. പുട്ടിൻ്റെ ഒരു ഇച്ചിരിയും കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി കഴിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീജു കൃഷ്ണൻ എന്നാണ് കട നടത്തുന്ന ആളുടെ പേര്. ശ്രീജുവിൻ്റെ ഫോൺ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു. രാത്രി 12 മണി വരെ ഇവിടെ കാണും. പക്ഷേ എന്തെങ്കിലുമൊക്കെ തീർന്നോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ വിളിച്ചു നോക്കിക്കോട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.